നമസ്തേ. 22/2/2025 ശനിയാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക നിങ്ങൾ, എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരും. അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക, ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കത് കയറി വരികയുള്ളൂ. പിന്നെ വ്യക്തിപരമായി ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് വരാം. 22/2/2025 ശനിയാഴ്ചത്തെ തൊഴിൽ മേഖല. മേടം രാശിക്കാർക്ക് പൊതുവെ തൊഴിൽ മേഖല 22-ാം തീയതി ഗുണകരമാണ്. മേടം രാശിക്കാർക്ക് 22-ാം തീയതി ഗുണകരമാണ്. മെഡിക്കൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണകരമാണ്. എന്ന് വെച്ചാൽ ഡോക്ടർമാർക്കല്ല കേട്ടോ, അതെ, ഡോക്ടർമാർക്കും ഗുണകരം തന്നെയാണ്. മെഡിക്കൽ മേഖലയിൽ മൊത്തം വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിൽ ഗുണകരമാണ്. ഈ പഴക്കച്ചവടമൊക്കെ റോഡ് സൈഡിലേക്ക് ഇരുന്ന് പഴക്കച്ചവടം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക്, ബൾക്കായിട്ട് പഴക്കച്ചവടം ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ നല്ലതാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്ക് അനുകൂലമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആയോധന കലാരംഗത്ത്, വസ്ത്രവിൽപ്പന രംഗത്തൊക്കെ നിൽക്കുന്ന മേടക്കൂറുകാർക്ക് 22/2/2025 അനുകൂലമാണ്. അതേപോലെ CEO-മാർക്ക് ഒക്കെ അനുകൂലമാണ്. അതേപോലെ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഗ്രാഫിക് ഡിസൈൻമാർക്കൊക്കെ അനുകൂലമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മേടം രാശിക്കാർക്ക് അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. മനോരോഗ ചികിത്സാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേടക്കൂറുകാർക്ക് 22-ാം തീയതി അത്ര അനുകൂലം. 22/2/2025 ശനിയാഴ്ച അനുകൂലമല്ല. അതേപോലെ പെയിൻറ്റിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഈ ശീതളപാനീയ വിൽപ്പനയൊക്കെ നടത്തുന്ന സ്ത്രീകളായവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. പശു, എരുമ മുതലായ ഫാമുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമാണ്. അത് നിർമ്മിക്കുന്നവർക്കും അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. എന്നാൽ അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. സാഹസ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക്, വലിയ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ ഗുണകരമാണ്. പ്രതിരോധ, സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. IT മേഖലയിൽ ആട് ഫാം നടത്തുന്നവർക്ക്, ആയുധ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. സ്പോർട്സ് മേഖലയിൽ, പൊതുവെ ബിസിനസ് മേഖല അനുകൂലമാണ്. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖല, അതേപോലെ വിദ്യാഭ്യാസ മേഖല, പത്രപ്രവർത്തകർ, എഴുത്തുകാർ, ഗവേഷകർ ഇങ്ങനെയുള്ളവർക്കൊക്കെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. വാർത്താ ഏജൻസികൾക്ക്, ചെറുകിടമായാലും വലുതായാലും വാർത്താ ഏജൻസികൾക്ക് അനുകൂലമാണ്. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാരായ മേടക്കൂറുകാർക്കും 22/2/2025 അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക്, അതേപോലെ നയതന്ത്ര മേഖലയിൽ, രാജ്യാന്തര മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. വാർത്താ ഏജൻസികൾക്ക്, ഇടത്തരം ബിസിനസ്സുകാർക്ക്, എഡിറ്റ് മേഖലയിലുള്ളവർക്ക്, കൺസൾട്ടിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ മേഖലയൊക്കെ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലറുകൾ, ആരോഗ്യ മേഖലയിലെ മാനേജ്മെൻറ്റുമാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഇനി ഇടവം രാശിക്കാർക്ക്
22/2/2025 ശനിയാഴ്ച ഇടവം രാശിക്കാരുടെ തൊഴിൽ മേഖല. ഇടവം രാശിക്കാർക്ക് അത്ര അനുകൂലമൊന്നും പറയാൻ പറ്റില്ല. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണല്ലോ, ദൈവാധീനമില്ല. എങ്കിലും അവർക്ക് മെഡിക്കൽ മേഖല, മെഡിക്കൽ സ്റ്റോർ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, മരുന്നുകളുടെ വിൽപ്പനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. പഴക്കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ചെറുകിട മാനേജർമാർക്കൊക്കെ, ചെറുകിട സ്ഥാപനത്തിലെ സ്റ്റാർട്ടപ്പുകളിലൊക്കെ മാനേജർമാർക്കൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വൃക്ഷവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ, സിഒമാർ, ഫാഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ് 22/2/2025. അതേപോലെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. മനോരോഗ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, പെയിൻറ്റിങ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ശീതളപാനീയമൊക്കെ ആയിട്ട് വിൽക്കുന്ന സ്ത്രീകളെ പോലുള്ളവർക്ക് അത്ര അനുകൂലമല്ല ഇടവൻ രാശിക്കാർക്കും. പശു, എരുമ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ബേക്കറി സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമല്ല. അതേപോലെ അഗ്നി, സാഹസിക കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അഗ്നിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ശ്രദ്ധിക്കണം. ഇരുമ്പ്, സ്റ്റീലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. പ്രതിരോധ സൈനിക മേഖല, അതേപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കൊന്നും അനുകൂലമല്ല. IT മേഖലയ്ക്ക് അനുകൂലമല്ല. ആടിൻ്റെ ഫാം നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. എന്നാൽ ചെറുകിട ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന നടത്തുക, പത്രപ്രവർത്തന മേഖലകൾ, ഗവേഷക വിദ്യാർത്ഥികൾ, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ്. ഡാറ്റ അനാലിസിസ്റ്റുകൾ, പ്രാദേശിക വാർത്താ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. PR മേഖല അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ നടത്തുന്ന ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. മത്സ്യമാംസാദികൾ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അഭിഭാഷകർ, കൺസൾട്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കൊന്നും അത്ര അനുകൂലമല്ല. ഇടത്തരം ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല. ടൂറിസം മേഖല അനുകൂലമല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്കും അത്ര അനുകൂലമല്ല. എന്നാൽ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ആഡംബര വസ്തുക്കൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് മാരേജ് ബ്യൂറോ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ, അതേപോലെ ഹോസ്പിറ്റലുകൾ നടത്തുന്ന മാനേജ്മെൻറ്റുകൾക്ക്, അതും സ്ത്രീകൾ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ മേന്മയുണ്ടാകും. ആഭരണ മേഖലയിൽ, വാഹന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമായിരിക്കും. കൺസ്ട്രക്ഷൻ മേഖല ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് അത്ര മേന്മയുള്ള അതല്ല. മിഥുനം 22/2/2025 ശനിയാഴ്ച മിഥുനക്കൂറുകാർക്ക്, മിഥുനം എന്ന് പറഞ്ഞാൽ മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. ഒട്ടും അനുകൂലമല്ല. കുറച്ച് നാളത്തേക്ക് അവർക്ക് അങ്ങനെയായിരിക്കും ഫലം വരാൻ പോകുന്നത്. എങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ ഈശ്വരാരാധനയൊക്കെ നടത്തി അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിയുന്നത്. സാഹസിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ മെഡിക്കൽ രംഗത്ത്, ഹോം നഴ്സിംഗ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അപകടകരമായ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ, ഇവർക്കൊന്നും തന്നെ മിഥുനം രാശിക്കാർക്ക് പൊതുവെ അത്ര മേന്മയേറിയതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മിഥുനം രാശിക്കാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഈശ്വരവചനം നടത്തുക. ധർമ്മദൈവത്തിലൊക്കെ കഴിയുന്നതും മിഥുനം രാശിക്കാർ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നാമജപം ഒരു കാരണവശാലും മിഥുനം രാശിക്കാർ മുടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇങ്ങനെയൊക്കെ പോയാൽ മിഥുന രാശിക്കാർക്ക് ഒരു പരിധി വരെ മേന്മയുണ്ടാകും. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. കർക്കിടകക്കൂറുകാർക്ക് ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആഡംബര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലറൊക്കെ അനുകൂലമാണ്. സിനിമ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടും സ്വർണ്ണാഭരണം ഒഴികെ മറ്റ് ആഭരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖലയിൽ അനുകൂലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നടത്തുന്ന ആരോഗ്യമേഖല, പൊതുവെ ആരോഗ്യ മേഖലയ്ക്ക് കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖലക്കാർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലം അല്ല. അതേപോലെ മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോർ പോലെയുള്ള ഫാർമസിസ്റ്റുകൾക്കൊന്നും അത്ര അനുകൂലമല്ല. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലക്കാർ കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല കർക്കിടകക്കൂറുകാർക്ക്. സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനം, പൂജാദ്രവ്യങ്ങൾ അത്ര മേന്മയേറിയതല്ല. രാഷ്ട്രീയക്കാർക്കൊട്ടും അനുകൂലമല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വസ്ത്രം ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എക്സിക്യൂട്ടീവുകൾക്ക്, സിഇഒമാർക്കൊന്നും അത്ര മേന്മയേറിയതല്ല. ഡിസൈനർമാർ, ഫാഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ഗ്രാഫിക് ഡിസൈനർ ഇങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകക്കൂറുകാർ. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. പെയിൻറ്റർമാർക്ക് മേന്മയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക്, സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ മേന്മയുണ്ട്. ആരോഗ്യ മേഖലയിൽ പൊതുവേ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ആരോഗ്യ മേഖല മേന്മയുള്ളതാണ്. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ പൊതുവെ മേന്മയാണ്. പശു, എരുമ മുതലായ ഫാമൊക്കെ നടത്തുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. ബേക്കറിയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും അനുകൂലം. സാമൂഹ്യ പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും വലിയ ദോഷമൊന്നും അവർക്കില്ല കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ, അതേപോലെ സാഹസിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. വലിയ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. പ്രതിരോധ മേഖല, സൈനിക മേഖല ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തുള്ള കർക്കിടകക്കൂറുകാർക്ക് നേട്ടം കുറവായിരിക്കും. അവർക്ക് വളരെ പ്രയാസകരവുമായിരിക്കും. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അനുകൂലമല്ല. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് മേന്മയുള്ള ദിവസമല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആടിൻ്റെയൊക്കെ കൃഷി നടത്തുന്നവർ, ആട് ഫാമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. IT മേഖല മേന്മയുള്ളതല്ല. മാനേജിങ് മേഖല മനസ്സമാധാനം ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും മാനേജിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. സ്പോർട്സ് രംഗം അനുകൂലമല്ല. പൊതുവെ ബിസിനസ് രംഗവും അത്ര അനുകൂലമല്ല. പോലീസ് പോലുള്ള നിയമ മേഖല അത്ര അനുകൂലമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തകർക്ക് മേന്മയേറിയതാണ്. ചിത്രരചന ഒക്കെ അനുകൂലമാണ്. സോഷ്യൽ മീഡിയ വർക്കർമാർക്ക് അനുകൂലമാണ്. ചെറുതും വലുതുമായ പത്രപ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഡേറ്റ അനാലിസ്റ്റുകൾക്കൊക്കെ മേന്മയുണ്ട്. ഗവേഷകർക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കും നേട്ടമുണ്ടാക്കാൻ കഴിയും. എഴുത്തുകാർ, കവികൾ എന്നിവർക്ക് അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ചെറുതും വലുതുമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുള്ളതാണ്. PR മേഖല, ധനകാര്യ മേഖലയൊക്കെ അനുകൂലം ആണ്. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, ബിസിനസ് മേഖല, നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരം ചെയ്യുന്ന ആളുകളൊക്കെ മേന്മയാണ്. ദേശീയ വിദേശീയ വാർത്തകൾ ശേഖരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് എഡിറ്റിംഗ് മേഖല, അഭിഭാഷക മേഖലയൊക്കെ പൊതുവെ അനുകൂലം ആണ്. ഇനി ചിങ്ങക്കൂറ്
മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല, ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും ദോഷമാണ്. പക്ഷെ ദൈവാധീനം ഒട്ടും അനുകൂലമല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാ മേഖലയിലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്നാൽ ഈ മെഡിക്കൽ സ്റ്റോർ പോലെ ഉള്ളവർക്ക്, ഫാർമസിസ്റ്റുകൾക്കൊന്നും അത്ര മേന്മ ഉള്ള ദിവസമല്ല. അതേപോലെ ലാബ് ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അനുകൂലമല്ല. ഈ പെട്ടെന്ന് ചീത്തയായി പോകുന്ന രീതിയിലുള്ള വസ്തുക്കളൊക്കെ വിപണനം ചെയ്യുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. മാനേജർമാർ, ചെറുകിട സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് ആ ദിവസം കൈകാര്യം ചെയ്യണം. ശില്പികൾ, പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നവർ, ഇവർക്കൊന്നും മേന്മയുള്ള ദിവസമൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്ക് ഒട്ടും അനുകൂലമില്ല ചിങ്ങൻ രാശിക്കാർക്കെന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, രാഷ്ട്രീയ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമില്ല, കൂടാതെ ദൈവാധീനമില്ല. അപ്പോൾ അവർ വളരെ കരുതൽ എടുക്കേണ്ട ദിവസമാണ്. അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വർണ്ണ മേഖലയിലും ആയോധന മേഖലയിലും ഒന്നും വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പെയിൻറ്റിങ് മേഖല, അപകടകരമായ രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മുകളിലൊക്കെ കയറുന്നവർ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കരുതൽ വേണം. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലക്കാർക്കൊന്നും അത്ര മേന്മയില്ല. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോടെ കച്ചവടക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ ഫാമുകൾ നടത്തുന്ന ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. ബേക്കറി ഒക്കെ നടത്തുന്നവർക്ക് വലിയ മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല. സാമൂഹ്യ പ്രവർത്തകർക്കും അത്ര മേന്മയില്ല ചിങ്ങക്കൂറുകാർക്കെന്ന് മനസ്സിലാക്കണം. എന്നാൽ അഗ്നിസംബന്ധവും സാഹസികവുമായ കർമ്മങ്ങൾ നടത്തുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. എങ്കിലും ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് അവരും ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശം തരികയാണ്. കച്ചവട സംബന്ധമായ പൊതുവലിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖല ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. ആട് ഫാം അനുകൂലമല്ല. ആയുധ മേഖല, ഇരുമ്പ് തുടങ്ങിയവുമായിട്ട് സ്റ്റീലൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മാനേജിങ് മേഖല അത്ര മേന്മയെന്ന് പറയാൻ കഴിയില്ല. നിയമപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്പോർട്സ് മേഖലയും ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഒട്ടും അനുകൂലമല്ല കേട്ടോ ചിങ്ങക്കാർക്ക്. സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ചിത്രരചന പോലെ നടത്തുന്നവർക്ക്, എഴുത്തുകാർ, കവിക്കാർക്ക് അനുകൂലമല്ല. ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. IT, സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഡാറ്റ അനാലിസിസ്റ്റുകൾ ശ്രദ്ധിക്കണം. വാർത്താ ഏജൻസികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ചിങ്ങക്കൂറുകാർ. സർക്കാർ ജീവനക്കാരായ ചിങ്ങക്കൂറുകാർക്ക് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ആ ദിവസത്തെ കാണണം. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരമൊന്നും അത്ര മേന്മയുള്ള തൊഴിൽ മേഖലകളല്ല അന്ന്. ടൂറിസം, വൻകിട വ്യവസായങ്ങൾ, അതുപോലെ വൻകിട പത്രപ്രവർത്തന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, എഡിറ്റിംഗ് മേഖല, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഫാഷൻ മേഖല അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈനിനൊക്കെ അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണങ്ങൾ ഒക്കെ എന്നാൽ സ്വർണ്ണ വ്യാപാരം അത്ര അനുകൂലമല്ല. മറ്റ് ആഭരണ മേഖലകൾക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖലകൾ പൊതുവേ അനുകൂലമാണ്. മാനേജ്മെൻറ്റ് മേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ച്. അതേപോലെ മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്ക്, ഈവൻ മാനേജ്മെൻറ്റുകാർക്കൊക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയുമായി വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഒട്ടും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക. എങ്കിലും ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് ശ്രദ്ധിക്കുക. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർ. അവർക്ക് 22/2/2025 ശനിയാഴ്ച. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു
ഗുണദോഷ സമ്മിശ്രമായ ദിവസത്തിലൂടെ ആയിരിക്കും കന്നിക്കൂറുകാർ കടന്നു പോവുക. അവർക്ക് മെഡിക്കൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖലയിലും ആയോധന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. CEO-മാർക്കൊക്കെ അനുകൂലമാണ്, എക്സിക്യൂട്ടീവുകൾക്കൊക്കെ. ഡിസൈൻ മേഖലയിൽ, ഫാഷൻ മേഖലയിൽ, ഇൻറ്റീരിയർ ഗ്രാഫിക് ഡിസൈൻ ഇങ്ങനെയൊക്കെയുള്ളവർക്ക്, ഡിസൈനർമാർക്കൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. ശില്പികൾക്ക്, ചെറുകിട സ്ഥാപനം, സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യ സ്ഥാപനങ്ങൾക്കൊക്കെ അനുകൂലമാണ്. ഫ്രൂട്ട് കച്ചവടക്കാർക്ക്, ഫ്രൂട്ട്സൊക്കെ അനുകൂലമായ ദിവസമാണ്. അവരൊക്കെ വഴിയോര കച്ചവടക്കാർക്കൊക്കെ. എന്നാൽ ഈ കന്നിക്കൂറുകാരായ വഴിയോര കച്ചവടം നടത്തുന്ന സ്ത്രീകൾക്ക് അത്ര അനുകൂലമല്ല. അവരൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ. കാർഷിക മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം, ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാരായ സ്ത്രീകൾ, ഇവർക്കൊന്നും മേന്മയുള്ള ദിവസമായിരിക്കില്ല. ഈ ലോട്ടറി കച്ചവടമൊക്കെ അതിൽപ്പെടും. ബേക്കറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, സാമൂഹ്യ പ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല. ഈ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മേന്മയുള്ള ദിവസമല്ല. അതേപോലെ സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്ന കന്നിക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, അതേപോലെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ബിസിനസ്സുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലക്കാർക്കല്ല. പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മ കുറവായിരിക്കും. IT മേഖല, ആട് ഫാം, സ്പോർട്സ് രംഗമൊന്നും മേന്മയുള്ളതല്ല. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, അവർക്കൊക്കെ ഗുണകരമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർക്ക് മേന്മയുണ്ട്. ഗവേഷകർ, ഗവേഷക വിദ്യാർത്ഥികൾക്കൊക്കെ കൊള്ളാം. ഡാറ്റ അനാലിസിസ്റ്റുകൾക്ക് മേന്മയുള്ളതാണ്. ധനകാര്യ മേഖല മേന്മയുള്ളതാണ്. PR മേഖല, വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ്. വാർത്താ ഏജൻസികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്ക് മേന്മയുള്ള ദിവസമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ കൊള്ളാം. പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗം എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിരിക്കില്ല. എങ്കിലും പൊതുവെ ബിസിനസ് അനുകൂലമാണ്. വൻകിട ബിസിനസ്സുകാർ, ടൂറിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, കൺസൾട്ടിങ് മേഖലയിലുള്ളവർക്ക്, ഇടത്തരം ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖല ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. നയതന്ത്ര മേഖലയിൽ രാജ്യാന്തര ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അനുകൂലം. എന്നാൽ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. ആഡംബര വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമല്ല. മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ അത്ര അനുകൂലമല്ല. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. സ്വർണവുമായി ബന്ധപ്പെട്ട ഒഴികെ മറ്റ് ആഭരണ മേഖലകൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. കലാരംഗത്ത് അനുകൂലമല്ല. സ്ത്രീകൾ നടത്തുന്ന ആരോഗ്യ മേഖല അത്ര അനുകൂലമായിരിക്കില്ല. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയില്ല. ഹോം നേഴ്സുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കന്നിക്കൂറുകാരായ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ മേന്മയുള്ള ഒരു ദിവസമാണ്. അതുപോലെ മത്സ്യമാംസാദികളൊക്കെ വിൽപ്പന ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ നേട്ടങ്ങളുണ്ടാവും. എങ്കിലും ഇത് നിങ്ങളുടെ ജാതകവും കൂടെ ആയി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് കൂടെ മനസ്സിലാവുക. എങ്കിലും പൊതുവെ ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെയൊക്കെ മനസ്സിരുത്തി അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് ഗുണഫലങ്ങൾ സ്വാഭാവികമായിട്ടും കിട്ടിക്കോളും. അതിനാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അവരുടെ 22/2/2025 ശനിയാഴ്ചത്തെ ഇത്. തുലാം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. ദൈവാധീനം ഒട്ടുമില്ലാത്ത ഒരു ദിവസമാണ്.
അങ്ങനെയാണെങ്കിൽ പോലും കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുണ്ട്. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും മേന്മയുണ്ടാകും. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖല ഇവർക്ക് അനുകൂലമാണ്. ശീതളപാനീയങ്ങളൊക്കെ വിൽക്കുക, വഴിയോര കച്ചവടക്കാർക്കുള്ളവർക്ക് അനുകൂലമാണ്. പശു, എരുമ മുതലായ ഫാം നടത്തുന്നവർക്ക്, ബേക്കറി, സാമൂഹ്യ പ്രവർത്തകർ, ബേക്കറി ഐറ്റംസ് വിൽക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർ, ബാക്കി ഇങ്ങനെയുള്ള കുറച്ച് മേഖലകൾ ഒഴികെ ബാക്കിയുള്ള മേഖലകൾ പൊതുവേ തുലാക്കൂറുകാർക്ക് ദോഷകരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്ര മേന്മയില്ല എന്നുള്ളത് കൊണ്ട് ഈശ്വരാരാധനയൊക്കെ നടത്താൻ പൂർണ്ണമായിട്ടും ശ്രമിക്കുക. നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചതിന് ശേഷം തൻ്റെ കർമ്മ മേഖലയിലേക്ക് തുലാക്കൂറുകാർ പ്രവേശിക്കുന്നതാണ് കുറച്ച് നാളത്തേക്ക് അവർക്ക് മേന്മ എന്ന് മനസ്സിലാക്കുക. പക്ഷേ തടസ്സങ്ങൾ, ഈശ്വരാരാധനയ്ക്കൊക്കെ പ്രയാസം, മനസ്സ് വരാതിരിക്കുക, അത് വേണമെന്ന് തോന്നാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിലൂടെ തുലാം രാശിക്കാർ കടന്നു പോകും. അതിനെയൊക്കെ തരണം ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ തുലാം രാശിക്കാർക്ക് ഈ സമയത്ത്. കാരണം കർമ്മബന്ധങ്ങളായ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ പല തടസ്സങ്ങളും ദേവാരാധനകൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നില്ല. നല്ല സമയത്ത് ഇതൊക്കെ തോന്നും. അപ്പോൾ ദോഷകരമായ സമയത്ത് ഇതൊക്കെ ചെയ്ത് ആ ദോഷം മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യണം, ഉറപ്പിച്ച് ചെയ്യുമെന്ന് തീരുമാനിക്കണം. തീരുമാനത്തിലൂടെ വേണം ഈശ്വരാരാധന ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ തുലാക്കൂറുകാർ ശ്രദ്ധിക്കുക. വൃശ്ചികം 22/2/2025 ശനിയാഴ്ചത്തെ വൃശ്ചികക്കൂറുകാരുടെ ഫലം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട, അതാണ് വൃശ്ചികം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് വൃശ്ചികക്കൂറുകാർക്ക്. എങ്കിലും ഈ മെഡിക്കൽ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മെഡിക്കൽ സ്റ്റോറൊന്നും അനുകൂലമല്ല. ഫാർമസികൾക്ക് അനുകൂലമല്ല. മോട്ടിവേഷൻ മേഖല അനുകൂലമല്ല. അതുപോലെ ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ചെറുകിട സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. വൃശ്ചികക്കാർ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ആയോധന കലാരംഗത്തുള്ളവർ, സ്വർണ്ണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. വൃശ്ചികക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ CEO-മാർ, ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഗ്രാഫിക് ഡിസൈനർമാർ, അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കണം. ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും അത്രയും ദോഷം അവർക്ക് വരില്ല വൃശ്ചികക്കാർക്ക്. അതേപോലെ കാർഷിക രംഗത്ത് വർക്ക് ചെയ്യുന്ന വൃശ്ചികക്കാർക്ക് അത്ര അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ആഡംബര വസ്തുക്കളുടെയൊക്കെ വിപണനം നടത്തുന്നവർ, പെയിൻറ്റിംഗ് ഒക്കെ നടത്തുന്നവർ, ചിത്രകലയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലാ പ്രവർത്തകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അത്ര മേന്മയുള്ള ദിവസമല്ല. പശു, എരുമ മുതലായവയുമായി ബന്ധപ്പെട്ടൊക്കെ ഫാമുകൾ നടത്തുന്നവർക്ക് മേന്മയില്ല. ബേക്കറി സാധനങ്ങൾ നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, അത് ഉൽപ്പാദിപ്പിക്കുന്നവർക്കൊന്നും അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളായ സാമൂഹ്യ പ്രവർത്തകർ, വൃശ്ചികം രാശി കൂറുള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ അഗ്നിസംബന്ധമായ പ്രവർത്തനങ്ങൾ, സാഹസിക പ്രവർത്തികൾക്കൊക്കെ അനുകൂലമായ സമയമൊന്നും അല്ല കേട്ടോ വൃശ്ചികക്കൂറുകാർക്ക്. സ്പോർട്സ് രംഗം അനുകൂലമല്ല. ബിസിനസ് രംഗം അനുകൂലമല്ല. നിയമപാലനം, പോലീസ്, കോടതി, ഇതൊന്നും അത്ര മേന്മയില്ല. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയില്ല. IT മേഖല അത്ര മേന്മയുള്ളതല്ല. കച്ചവടം, വലിയ കച്ചവടക്കാർക്കൊന്നും മേന്മയില്ല. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ചിത്രരചന അനുകൂലമാണ്. വലത്തുമൂക്കാണ്. ആരൊക്കെയോ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലത് പറയുന്നുണ്ടിരുന്നു കൊണ്ട് വലത്തുമൂക്കിന് കുറച്ച് ദിവസമായിട്ട് തുമ്മൽ കൂടുതലാണ്. പത്രപ്രവർത്തകർ ഒക്കെ അവർക്കൊക്കെ അനുകൂലമാണ്.
PR മേഖല, ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് മേന്മയാണ്. IT സുരക്ഷാ മേഖല, വാർത്താ ഏജൻസികൾക്കൊക്കെ മേന്മയാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്ക് മേന്മയാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആസൂത്രണ മേഖല, പ്രൊജക്റ്റ് മേഖലയ്ക്ക് അനുകൂലമാണ്. ടൂറിസം, അഭിഭാഷക വൃത്തി മധ്യമാവസ്ഥയിലാണ്. വൻകിട ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. അതേപോലെ ഹോം നഴ്സിംഗ് മേഖലയിൽ, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ മേഖലയിൽ, ആഡംബര വസ്തുക്കളുടെ വിപണന മേഖലയിൽ, ഇൻറ്റീരിയർ ഡിസൈൻ മേഖല, വാഹനങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്ക് ബന്ധപ്പെട്ട്. എന്നാൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നവർക്ക് വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമല്ല, മറ്റുള്ളവരെ സംബന്ധിച്ച് അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. അതേപോലെ തന്നെ ഈ ഹോട്ടൽ തൊഴിലാളികളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊന്നും വൃശ്ചിക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം, 22/2/2025 ശനിയാഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനുക്കൂറുകാർക്ക് ദൈവാധീനമില്ലാത്തൊരു ദിവസമാണ്. മധ്യമാവസ്ഥയാണ് എങ്കിലും ദൈവാധീനമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോ നടത്തുന്നവർ, ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർ, ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളോ അതൊക്കെ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല പൊതുവെ അനുകൂലമാണ്. എന്നാൽ സ്വർണ്ണാഭരണ മേഖല, അതെ, പൊതുവെ ആഭരണ മേഖല അനുകൂലമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഹോം നഴ്സിംഗ് മേഖലയ്ക്ക് അനുകൂലമാണ്. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല, മത്സ്യമാംസാദികൾ വിൽക്കുന്ന ഇതൊക്കെ അനുകൂലമാണ്. അതേപോലെ മെഡിക്കൽ സ്റ്റോറുകൾ, കൗൺസിലിംഗ് മേഖല, മോട്ടിവേഷൻ മേഖല അനുകൂലമാണ്. പഴക്കച്ചവടമൊക്കെ അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ധനുക്കൂറുകാർക്ക് മേന്മയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വസ്ത്രം, കമ്പിളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഡിസൈൻ മേഖല, ഇൻറ്റീരിയർ ഡിസൈനൊക്കെ പൊതുവെ അനുകൂലമാണ്. എന്നാൽ അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനുക്കൂറുകാർക്ക് മേന്മയാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. എരുമ, പശുവൊക്കെ വളർത്തുന്നവർക്ക്, ബേക്കറി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ മേന്മയുണ്ട്. പെയിൻറ്റർമാർ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെയുള്ള ദിവസമാണെങ്കിലും ഈ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു ദിവസമായിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ മേഖലയിലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ അങ്ങനെയാണെങ്കിൽ പോലും മകരക്കൂറുകാർക്ക് പൊതുവേ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, കൗൺസിലിംഗ് മോട്ടിവേഷൻ രംഗത്ത്, ശില്പികൾ, ചെറുകിട സ്ഥാപനം, രാഷ്ട്രീയക്കാർ ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ ഇൻറ്റീരിയർ ഗ്രാഫിക് ഡിസൈനർ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിലുള്ള മകരം രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖല അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖല, മനോരോഗ ചികിത്സാ രംഗം, ജലവുമായി ബന്ധപ്പെട്ട മേഖലകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊന്നും അത്ര മേന്മയില്ല മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മകരം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. അതേപോലെ സാഹസിക പ്രവർത്തികളൊന്നും അത്ര വേഗേന ചെയ്ത് തീർക്കാൻ കഴിയുന്ന ദിവസമല്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അഗ്നിസംബന്ധമായ തൊഴിലുകളൊക്കെ അനുകൂലമാണ്. കച്ചവടം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല മകരക്കാർക്ക് അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗം അനുകൂലമാണ്. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ, ആട് ഫാം, IT മേഖല, നിയമപാലനം ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട കാര്യം, സ്പോർട്സ് രംഗം, ബിസിനസ്, പൊതുവെയുള്ള ബിസിനസ്സുകളൊക്കെ മകരക്കൂറുകാർക്ക് മേന്മയുള്ളതായിരിക്കും.
അതുപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കർ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക, വിദ്യാർത്ഥികൾ, ഡാറ്റ അനാലിസ്റ്റുകൾക്കൊക്കെ മേന്മയുണ്ട്. അതേപോലെ ധനകാര്യ മേഖല, PR മേഖല, വിദ്യാഭ്യാസ മേഖല, IT സുരക്ഷാ മേഖലയൊക്കെ പത്രപ്രവർത്തകരൊക്കെ അനുകൂലമുള്ള ഒരു ദിവസമാണ്. ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷക മേഖല അതൊക്കെ അനുകൂലമാണ്. ഇടത്തരം ബിസിനസ്സുകാർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് പൊതുവേ മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റുകളൊക്കെ സൃഷ്ടിക്കുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം, വൻകിട ബിസിനസ്, ദേശീയ വിദേശ വാർത്താ ഏജൻസികളൊക്കെ കൊള്ളാം. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. നയതന്ത്ര മേഖലയിൽ, രാജ്യാന്തര മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ഫാഷൻ മേഖലയിലെ, ആഡംബര വസ്തുക്കളുടെ വിപണന മേഖലയിലെ, ഉൽപ്പാദന മേഖലയിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. വിവാഹ സംബന്ധമായ ജോലികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ബ്യൂട്ടി പാർലറുകാർക്ക്, ഇന്ത്യയിലെ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആരോഗ്യ മേഖല, പൊതുവെ ഹോം നഴ്സിംഗ് മേഖലയൊക്കെ മേന്മയുള്ളതാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാ സുരക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല, ദൈവാധീനമില്ലാത്തൊരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാകും. ആഡംബര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക്, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ്. ബ്യൂട്ടി പാർലർ, മാരേജ് ബ്യൂറോ, വാഹനങ്ങൾ സംബന്ധമായ ഇത്, സ്വർണ്ണാഭരണങ്ങൾ ഒഴിച്ചുള്ള മറ്റ് ആഭരണങ്ങളുടെ മേഖലയൊക്കെ മേന്മയാണ്. കലാരംഗം, ഇൻറ്റീരിയർ ഡിസൈനുകൾ, ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോം നേഴ്സുകാർക്കൊക്കെ അനുകൂലമാണ്. വാഹനങ്ങൾ അനുകൂലമാണ്. ആരോഗ്യ മേഖലയിലെ മാനേജ്മെൻറ്റ് വിഭാഗങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും അത്ര കുംഭം രാശിക്കാർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖല അനുകൂലമല്ല. ആയോധന കലാരംഗം അനുകൂലമല്ല. മൃഗമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന അനുകൂലമല്ല. വൃക്ഷ സംരക്ഷണ മേഖല അനുകൂലമല്ല. COമാർക്ക് അത്ര മേന്മയുള്ള ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ രാഷ്ട്രീയക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ, പഴക്കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മോശമായ ഒരു ദിവസമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം അവർ കൈകാര്യം ചെയ്യാൻ. കാർഷിക മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കുക. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലാ പ്രവർത്തകർ, ശീതളപാനീയ വിൽപ്പനക്കാർ, ബേക്കറിക്കാർ, വഴിയോര കച്ചവടക്കാർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കണം. ഈ പശു, എരുമ മുതലായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മൃഗസംരക്ഷണം മൊത്തമായിട്ട് പറയുന്നില്ലെങ്കിലും. അതേപോലെ ആരോഗ്യ മേഖല, അഗ്നി സംബന്ധമായ മേഖല അത്ര അനുകൂലമല്ല. വൻകിട കച്ചവടക്കാർ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, പ്രതിരോധ സൈനിക മേഖലയൊന്നും അനുകൂലമല്ല. IT ഫാം അനുകൂലമല്ല. ആട് ഫാമൊന്നും അനുകൂലമല്ല. ബിസിനസ് രംഗം, സ്പോർട്സ് രംഗം, നിയമപാലനമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം കരുതൽ വേണം. എഴുത്തുകാർ, കവികൾക്കൊന്നും അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കുംഭക്കൂറുകാർ. ഡാറ്റ അനാലിസ്റ്റുകൾക്ക് അനുകൂലമല്ല. അതേപോലെ PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്കും ദൈവാധീനമില്ല. പൊതുവേ അത്ര മേന്മയുള്ള ദിവസമൊന്നും അല്ല മീനക്കൂറുകാർക്കും. വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്രവർത്തകർ, മീനക്കൂറുകാർ, പത്രപ്രവർത്തകർ, PR മേഖലയിലും ധനകാര്യവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ ശ്രദ്ധിച്ചില്ല തൊഴിൽ മേഖലയിലെങ്കിലും മീനക്കൂറുകാർക്ക് 22/2/2025 ശനിയാഴ്ച ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. ഡാറ്റ അനാലിസ്റ്റുകൾ അനുകൂലമല്ല. അതുപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കൊന്നും മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ല. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം മീനക്കൂറുകാർ ചെയ്യാൻ. ടൂറിസം മേഖല, വൻകിട ബിസിനസ് മേഖല, അതേപോലെ ഈ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ദേശീയ വിദേശ വാർത്താ കാര്യങ്ങൾ ചെയ്യുന്നവർ, എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക.
എന്നാൽ മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്ക് മേന്മയാണ്. ഹോം നേഴ്സ് മേഖലകളിലുള്ളവർക്ക് മേന്മയുണ്ടാകും. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മീനൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു മേഖലയാണ് ഈ ദിവസം കൺസ്ട്രക്ഷൻ മേഖല എന്ന് മനസ്സിലാക്കുക. മീനക്കൂറുകാർ അനുകൂലമല്ല. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മിഥുനം, തുലാം, മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. കുംഭം മേന്മയില്ല. അപ്പോൾ ഈ 4 കൂറുകാർ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് പോകുക. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ദോഷകരമായ ചില മേഖലകൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, ദോഷമുണ്ടാകാതിരിക്കുക. ഗുണമുണ്ടായില്ലെങ്കിലും ദോഷമുണ്ടാകാതിരിക്കണം എന്നൊരു വിശ്വാസത്തോടെയാണ്. ജാതകമൊക്കെ അനുകൂലമാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവും. ജാതകവും ദോഷമാണെങ്കിൽ ദോഷം പറഞ്ഞിട്ടുള്ളവർക്ക് വളരെ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ജാതകം ദോഷമാണോ അല്ലയോ എന്ന് നോക്കണ്ട, നിങ്ങൾ നന്നായിട്ട് ഇതിനകത്ത് ദോഷം പറഞ്ഞിട്ട് ഈശ്വരാരാധന നടത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് പോകുക. എല്ലാവർക്കും നമസ്തേ.